മലയാളികളെ സംബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങളോട് വലിയ ഭ്രമമാണ് എന്നു തന്നെ പറയാം. മലയാളികൾ രണ്ടുദ്ദേശത്തോടെയാണ് സ്വർണം വാങ്ങുന്നത്. ആഭരണങ്ങളായി അണിഞ്ഞു നടക്കുന്നവരാണ് ആദ്യ വിഭാഗം. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരുമുണ്ട്. പെട്ടെന്ന് പണത്തിന് ആവശ്യം വന്നാൽ പണമാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ് എന്നതാണ് നിക്ഷേപമായി സ്വർണം തിരഞ്ഞെടുക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾ പെട്ടെന്ന് തന്നെ വിറ്റോ പണയം വെച്ചോ പണം നേടാനാകും. എന്നാൽ ഭൂമിയോ വാഹനങ്ങളോ അത്ര എളുപ്പം ക്രയവിക്രയം സാധ്യമാകില്ല. സ്വർണ്ണവിലയിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടാകാം എങ്കിലും പൊതുവെ നോക്കുമ്പോൾ വില എപ്പോഴും മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്നാൽ പലരും പരാതി പറയുന്ന ഒരു കാര്യമാണ് സ്വർണ്ണവില കുതിച്ചുയരുമ്പോഴും വിൽക്കുമ്പോൾ വലിയ ലാഭമൊന്നും ലഭിച്ചില്ല എന്നത്. ഇതിന് ഒരേ ഒരു കാരണമേയുള്ളൂ. അതാണ് നാം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ നൽകേണ്ടി വരുന്ന പണിക്കൂലി. സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പണിക്കൂലി എത്ര ശതമാനം നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നാം വാങ്ങിയ സ്വർണം വിൽക്കുമ്പോൾ ലാഭം കിട്ടുന്നത്. കാരണം സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ നാം സ്വർണത്തിൻ്റെ വിലയ്ക്ക് പുറമെ ആഭരണത്തിൻ്റെ മേക്കിംഗ് ചാർജ് അഥവാ പണിക്കൂലിയും നൽകണം. എന്നാൽ അതേ ആഭരണം വിൽക്കുമ്പോൾ അന്നത്തെ സ്വർണ്ണവില മാത്രമേ നമുക്ക് ലഭിക്കൂ. വാങ്ങുമ്പോൾ കൊടുത്ത പണിക്കൂലി തിരികെ കിട്ടില്ല എന്നർത്ഥം. അതുപോലെ തന്നെ ആഭരണങ്ങളിലെ കല്ലുകൾക്കും വിൽക്കുമ്പോൾ വില ലഭിക്കില്ല. ഇനി നാം സ്വർണം വാങ്ങുമ്പോൾ സ്വർണ്ണവിലയുടെ 3% ആണ് GST ആയി നൽകേണ്ടത്. ഇതും വിൽക്കുന്ന സമയത്ത് തിരികെ ലഭിക്കുന്ന പണമല്ല. അന്നത്തെ സ്വർണ്ണവില എത്രയാണോ ആ പണം മാത്രമാകും നമുക്ക് ലഭിക്കുക. വാസ്തവത്തിൽ സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ നാം നോക്കേണ്ടത് പണിക്കൂലി കുറവുള്ള ജ്വല്ലറി ഏതെന്നതാണ്. രണ്ടു രീതിയിലാണ് സ്വർണ്ണാഭരണത്തിന് ജ്വല്ലറികൾ പണിക്കൂലി ഈടാക്കുന്നത്. നാം വാങ്ങുന്ന മൊത്തം സ്വർണ്ണവിലയുടെ 5% മുതൽ 12% വരെ പണിക്കൂലിയായി ഈടാക്കുന്ന ജ്വല്ലറികളുണ്ട്. ചിലപ്പോൾ ഇതിലും കൂടുതലും ഈടാക്കിയെന്ന് വരാം. ഗ്രാമിന് ഒരു നിശ്ചിത തുക നിശ്ചയിച്ച് ഫ്ലാറ്റ് റേറ്റിൽ പണിക്കൂലി വാങ്ങി വിൽപ്പന നടത്തുന്ന ജ്വല്ലറികളുമുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ വിശദമാക്കാം. ഗ്രാമിന് 5000 രൂപ വിലയുള്ളപ്പോഴാണ് നിങ്ങൾ ആഭരണം വാങ്ങുന്നത് എന്ന് കരുതുക. 1 പവൻ സ്വർണം വാങ്ങണം. സ്വർണത്തിൻ്റെ വില 40,000 രൂപ. പണിക്കൂലി ഗ്രാമിന് 300 രൂപയായി ഫ്ലാറ്റ് റേറ്റ് നിശ്ചയിച്ച് കച്ചവടം നടത്തുന്ന ജ്വല്ലറിയിലാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ 1 പവൻ സ്വർണത്തിന് പണിക്കൂലിയായി 2400 രൂപ നൽകണം. അതായത് 1 പവൻ സ്വർണം നിങ്ങൾക്ക് ഇവിടെ നിന്നും 42,400 രൂപയ്ക്ക് ലഭിക്കും. ഇനി ഇതേ സ്വർണം 12% പണിക്കൂലി ഈടാക്കുന്ന മറ്റൊരു ജ്വല്ലറിയിൽ നിന്നും വാങ്ങുന്നു എന്ന് കരുതുക. 1 പവൻ സ്വർണത്തിൻ്റെ വിലയിൽ മാറ്റമൊന്നുമില്ല, 40,000 രൂപ തന്നെ. ഇതിൻ്റെ 12% തുക പണിക്കൂലി നൽകണം. അതായത് 40,000 രൂപയുടെ 12% എന്നത് 4,800 രൂപയാണ് ഇവിടെ പണിക്കൂലിയായി നൽകേണ്ടത്. ആദ്യം കയറിയ ജ്വല്ലറിയേക്കാൾ 2,400 രൂപ അധികമായി നൽകേണ്ടി വരും. ഇനി ഇതേ സ്വർണം തന്നെ 5% പണിക്കൂലി ഈടാക്കുന്ന ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയാൽ എത്ര രൂപ നൽകണം എന്ന് നോക്കാം. സ്വർണ്ണവിലയിൽ മാറ്റമില്ല, 1 പവൻ സ്വർണത്തിന് 40,000 രൂപ തന്നെ. പണിക്കൂലി ഈ 40,000 രൂപയുടെ 5%-മായ 2,000 രൂപയും ഒപ്പം കൂട്ടണം. അതായത് ഇവിടെ നിങ്ങൾക്ക് 42,000 രൂപയ്ക്ക് അതേ 1 പവൻ സ്വർണ്ണാഭരണം ലഭിക്കും. നോക്കൂ, ഒരേ സ്വർണ്ണാഭരണത്തിന് എങ്ങനെയാണ് ഒരു ദിവസം തന്നെ പല ജ്വല്ലറികളിൽ പല വില വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ആഭരണം വാങ്ങും മുമ്പ് പണിക്കൂലി എത്രയെന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ ആഭരണങ്ങൾ വാങ്ങാവൂ.